2026-2031 തസ്കര വർഷത്തിൽ നാട്ടുഖജനാവ് കക്കാനുള്ള തസ്കര ശ്രേഷ്ഠരെ പ്രബുദ്ധ ജനത പെട്ടിയിലാക്കി കഴിഞ്ഞു അല്ലെ. നാളെ പെട്ടി പൊട്ടും. അടുത്ത 5 കൊല്ലത്തേക്ക് പ്രബുദ്ധ കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം നമ്മൾ ആർക്കാണ് നൽകിയിരിക്കുന്നതെന്ന് നാളെ ലോകമറിയും, ഒപ്പം നമ്മളും അറിയും. തന്നെ കെട്ടിയിട്ട് നിരന്തരം ഭോഗിക്കുകയും യഥാസമയം പെറിയിപ്പിക്കുകയും ചെയ്യാനുള്ള ആര്യപുത്രനെ സ്വയം കണ്ടെത്താൻ രാജാധിപത്യ കാലത്ത് രാജകുമാരിമാർക്ക് സാധിച്ചിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് രാജാധിപത്യം ജനാധിപത്യത്തിന് വഴിമാറി. അതോടെ പ്രജകൾ പൗരന്മാരാവുകയും രാജാക്കന്മാർ വെറും പ്രജകളായി മാറുകയും മന്ത്രിമാർ രാജാക്കന്മാരായി തീരുകയും ചെയ്തു. ജനാധിപത്യം നാട്ടുനടപ്പായെങ്കിലും സ്വയംവരം എന്ന് പറയുന്ന അവകാശം മാത്രം നാട്ടിൽ നിലനിർത്താനുള്ള സൗമനസ്യം ജനാധിപത്യം കാണിച്ചു എന്നതാണ് സത്യം. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതികളൊക്കെ പേരുമാറ്റി കേരള സർക്കാർ നടപ്പിലാക്കിയിരുന്നത് പോലെ രാജാധിപത്യ കാലത്തെ സ്വയംവരാവകാശം എന്ന് പറയുന്ന പദ്ധതി സമ്മതിദാനാവകാശം എന്ന പേരിൽ ജനാധിപത്യം നിലനിർത്തുകയാണ് ചെയ്തത്. സ്വയംവരാവകാശം പ്രായപൂർത്തിയായ രാജകുമാരിമാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ സമ്മതിദാനാവകാശം പ്രായപൂർത്തിയായ സകല പൗരന്മാർക്കും അനുവദിച്ചു നൽകാനും ജനാധിപത്യം തയ്യാറായി. ആൺപെൺ ഭേദമില്ല, ലിംഗവ്യത്യാസമില്ല അതിനകത്ത്. അതായത് ജീവിതകാലം മുഴുവൻ തങ്ങളെ കെട്ടിയിട്ട് ഭോഗിച്ചും പെറിയിപ്പിച്ച് വശം കെടുത്തിയും ആരാണ് തങ്ങളെ ഭരിക്കേണ്ടതെന്ന് രാജകുമാരിമാർക്ക് തന്നെ നിശ്ചയിക്കാനുള്ള അവകാശമായിരുന്നു സ്വയംവരമെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ഈ നാട് ആര് കൊള്ളയടിക്കണമെന്നും തങ്ങളെ ആര് ഭരിക്കണം, അടക്കി ഭരിക്കണം എന്നും നമ്മൾ പൗരന്മാർക്ക് തീരുമാനിക്കാനുള്ള അവകാശമായി സമ്മതിദാനാവകാശം മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു. ആ അവകാശത്തിലൂടെ 2026-31 തസ്കര വർഷങ്ങളിലേക്ക് നാട് കൊള്ളയടിക്കാനും നാട്ടാരെ അടക്കി ഭരിക്കാനുമുള്ള തസ്കര വേന്ദ്രന്മാരെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റുകൾക്കാണല്ലോ തസ്കര വൃത്തിക്കുള്ള അവസരം പൗരജനത നൽകിയിരുന്നത്. തുടർച്ചയായി ഒരു കൂട്ടരെ തന്നെ ഇങ്ങനെ കക്കാൻ അനുവദിക്കുന്നതിൽ അനീതിയുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 കൊല്ലം ഗാന്ധിയന്മാരെ മുന്നിൽ നിർത്തി തീവ്ര മതേതരാസക്തർ ഈ നാട് കൊള്ളയടിച്ച് ഭരിക്കുമെന്ന സാഹചര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും മാധ്യമങ്ങൾ പറഞ്ഞതായി പോങ്ങൻ കേട്ടു. നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും വലതുപക്ഷത്തിനാണ് ഭരണം കിട്ടുന്നതെങ്കിൽ മുഖ്യ തസ്കരൻ ആരാണെന്ന കാര്യത്തിൽ കണ്ടമാനം തർക്കം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. തനി കോൺഗ്രസുകാരായിട്ടുള്ള എൻ്റെ ചില സ്നേഹിതന്മാർ പങ്കുവച്ചിട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതായത് മുഖ്യ തസ്കരനാകാൻ സർവ്വഗുണങ്ങളും തികഞ്ഞിട്ടുള്ള കുറഞ്ഞത് ഒരു ഡസൻ നേതാക്കളെങ്കിലും അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. തീവ്ര മതേതരാസക്തരും കൊടും മനുഷ്യസ്നേഹികളും ഉഗ്ര സമാധാന പ്രേമികളും ഘോര സ്ത്രീപക്ഷവാദികളുമായിട്ടുള്ള ഹരിതരക്ത ജീവികൾ അവരുടെ തസ്കരോത്തമനെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ച് തസ്കര മുഖ്യനാക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞു. മാത്രവുമല്ല, നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാവേണ്ടതിനാൽ സംസ്ഥാനത്തിന്റെ തസ്കര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ രാജ്യം കൊള്ളയടിക്കാൻ അവസരം വരുമ്പോൾ കൈപ്പിഴ കൂടാതെ തസ്കര വൃത്തിയിൽ ശോഭിക്കാൻ സാധിക്കുമല്ലോ എന്ന് പറയുന്ന ഉന്നത്തോടുകൂടി നമ്മുടെ ഈ ഗാന്ധിയരുടെ ഇറ്റാലിയൻ നിർമ്മിത നേതാവിന്റെ 2 മക്കളും മോഷണ നായകത്വം വഹിക്കാൻ വളരെ സന്നദ്ധരായി കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കൾ, കോൺഗ്രസുകാരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഭരണം ലഭിച്ചാൽ വലതുപക്ഷം നേരിടുന്നത് ഈ നേതൃബാഹുല്യം കൊണ്ടുള്ള പൊറുതിക്കേടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരാളെ വെച്ച് 5 കൊല്ലം കൊണ്ട് 60 പേരെ മുഖ്യ തസ്കരരാക്കിയാൽ പോലും പിന്നെയും അതിയോഗ്യരായിട്ടുള്ള മോഷണ വേന്ദ്രന്മാർ അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. പക്ഷേ ഒരേ ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ അവർക്കാർക്കും തസ്കര മുഖ്യന്റെ പദവിയിൽ ഒട്ടും തന്നെ മുൻ പരിചയമില്ല. അതാണ് അതിലെ ഏറ്റവും വലിയൊരു പോരായ്മ. പ്രവൃത്തി പരിചയമുള്ളവരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നിലവിൽ പരേതരുമാണ്. ജീവനോടെ ഇരിക്കുന്ന ആ അന്തോണി പുണ്യാളന് പക്ഷേ ആരോഗ്യ സാഹചര്യം ഒട്ടും അനുവദിക്കുന്നുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പോങ്ങൻ എളിയൊരു നിർദ്ദേശം വളരെ പരസ്യമായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് കേട്ടോ. അതായത് കേരളത്തിനകത്ത് തീർത്തും രഹസ്യമായിട്ടാണെങ്കിലും കേരളത്തിന് പുറത്ത് വളരെ പരസ്യമായിട്ടാണല്ലോ ഇടതും വലതും സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലതാണ്. ആ നിലയ്ക്ക് തൽക്കാലം ദ്വിമാറ തസ്കരോത്തമനെ വാടകയ്ക്കെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഭരിപ്പിക്കുന്നതല്ലേ വലതുപക്ഷത്തിന് വളരെ നല്ലതാവുന്ന ഒരു സംഗതി. ഒരു പതിറ്റാണ്ട് നീണ്ട ആ പ്രവൃത്തി പരിചയം, ദ്വിമാറന്റെ ആ പ്രവൃത്തി പരിചയം അത് രാഷ്ട്രീയ കേരളത്തിന് നഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ സംഭവിക്കില്ലേ? അപ്പോൾ ഒന്നുകിൽ 5 കൊല്ലത്തേക്ക് ഒരു തുക പറഞ്ഞുറപ്പിച്ച് അത് കൊടുത്ത് ആളെ പാട്ടിലാക്കി അങ്ങോട്ടേക്ക് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ മാസാമാസം ഒരു തുക നിശ്ചയിച്ച് അത് കൃത്യമായി നൽകി കാര്യം സാധിച്ചെടുക്കുക.
പെരിച്ചാഴിയും പൂച്ചയുമൊക്കെ സഹകരണ ബുദ്ധിയോടുകൂടി പെറ്റുകിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് സമസ്ത രംഗത്തും കേരളത്തെ നമ്പർ 1 ആക്കിയ ആ വിരുത്, ദ്യുമാറിന്റെ ആ വിരുത് നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾക്ക് ഭരണം തന്നു എന്നതുകൊണ്ട് പ്രബുദ്ധ കേരളത്തിന് ദ്യുമാറിന്റെ പണിക്കുറ്റം തീർന്ന ആ തസ്കര വൈദഗ്ധ്യം നഷ്ടപ്പെടുന്ന നിലയും നിങ്ങൾ വരുത്തരുത്. അതുകൊണ്ട് ദ്യുമാറിനെ പാട്ടത്തിനെടുത്ത് പാട്ടിലാക്കി ഭരിപ്പ് പണി എടുപ്പിക്കുക തന്നെയാണ് വേണ്ടതെന്ന് പറയുന്ന ഒരു പക്ഷമാണ് ഇപ്പോൾ അങ്ങനെയുള്ളത്. തസ്കര മുഖ്യനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തരപ്പെടുമായിരുന്ന തുക വളരെ കൃത്യമായും നിങ്ങൾ ഓരോരുത്തർക്കും ലഭ്യമാക്കാൻ ദ്യുമാറൻ തീർച്ചയായിട്ടും ചുമതലപ്പെട്ടവനായിരിക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആദർശധീരരെ പോലല്ല ഈ തസ്കരപ്പറ്റുള്ളവർ കേട്ടോ. ആദർശധീരരെ ഒന്നിനും കൊള്ളില്ല. തസ്കരപ്പറ്റുള്ളവർ ഒരിക്കലും കള്ളത്തിൽ കളവ് കാണിക്കില്ല, നമ്പാം. ഒന്നോർക്കണം, തസ്കരവാസന ഇല്ലാത്തതും ആദർശബുദ്ധി ഉള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവിനൊപ്പം പാർട്ടിയോ അണികളോ നിന്ന ചരിത്രമുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്തിന് പൊതുജനങ്ങൾക്ക് പോലും അത്തരം നേതാക്കളോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം? ആദർശബുദ്ധിയും നീതിബോധവും ന്യായചിന്തയും സത്യസന്ധതയുമുള്ള നേതാക്കൾക്കൊപ്പം നിന്നാൽ പാർട്ടിക്കോ അണികൾക്കോ അനുഭാവികൾക്കോ യാതൊരു ഗുണവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആദർശദീനമുള്ളവർക്ക് അവരെ കൊണ്ടുപോലും വാസ്തവത്തിൽ യാതൊരു പ്രയോജനവുമില്ല. അതാണ് സത്യം. സത്യസന്ധൻ സത്യത്തിൽ സാമൂഹ്യ വിപത്താണ് ഈ കാലത്ത് എന്നുള്ള ഒരു പക്ഷം വളരെ ആത്മാർത്ഥമായി പോകാൻ കൊണ്ടു നടക്കുന്നുണ്ട്. പുല്ല് തിന്നാത്ത പട്ടി പശുവിന് പകരുന്ന ഉപദ്രവം പോലാണ് ഈ ആദർശശുദ്ധിയും സത്യസന്ധതയും കൈവശമുള്ള ഒരു നേതാവ് തൻ്റെ തസ്കരപ്പറ്റുള്ള സഹനേതാക്കളെയും അതുപോലെ തന്നെ പാർട്ടിയെയും അണികളെയും ഒക്കെ ബാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിചാരം, വിശ്വാസം വളരെ ആത്മാർത്ഥമായി പോകാൻ കൊണ്ടു നടക്കുന്നുണ്ട്. സദ്ബുദ്ധിയുള്ള ആദർശധീരർ എണ്ണത്തിൽ വളരെ കുറവാണല്ലോ അല്ലേ? ജനാധിപത്യമാണെങ്കിൽ ഭൂരിപക്ഷത്തിനൊപ്പമാണ് നിലകൊള്ളുന്നതും. അപ്പോൾ ചോരളത്തിലെ ജനസംഖ്യയിൽ തസ്കരപ്പറ്റുള്ളവരാണല്ലോ അധികവും. സ്വാഭാവികമായും സദ്ബുദ്ധർ കെട്ടുപോകും. ന്യായമാണ് സംഗതി. സ്വന്തം കാര്യം സാധിക്കുമെങ്കിൽ സഹജീവികൾക്കുണ്ടാവുന്ന അനീതിയെ ആസ്വദിക്കുന്നവരാണ് മലയാളികളിൽ അധികവും എന്ന് പോങ്ങൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പോങ്ങനോട് കെറുവിക്കരുത്. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അവനവനോട് പോലും കള്ളം പറയുന്നവരാണെങ്കിൽ സ്വയം ചോദിക്കാൻ നിൽക്കണ്ട, ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി, നോക്കി മനസ്സിലാക്കിയാൽ മതി പോങ്ങൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും അത്തരം മനോഭാവമുള്ളത് കൊണ്ട് ദ്യുമാറിനെ പാട്ടത്തിനെടുത്ത് തസ്കര വേലയ്ക്ക് നിയോഗിക്കുന്നതിൽ പ്രബുദ്ധ മലയാളികൾ ഒട്ടും തന്നെ വലതുപക്ഷത്തെ പഴിക്കില്ല എന്ന് പറയുന്ന ഒരു വിചാരം വളരെ ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് എനിക്ക് സത്യസന്ധമായി പറയാൻ സാധിക്കും. മാത്രവുമല്ല, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഉണ്ടായിരുന്ന ആദർശധീരരായ നേതാക്കളെയൊക്കെ നിഷ്ക്രിയരാക്കാൻ ഇരുപക്ഷത്തിനും സാധിച്ചിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ രണ്ടു പക്ഷത്തുമുള്ളത് നല്ല തസ്കരപ്പറ്റുള്ള നേതാക്കളും അണികളും അനുഭാവികളും ഒക്കെ തന്നെയാണ്. സ്വാഭാവികമായും ഏകോദര സഹോദരങ്ങളെ പോലെ നിങ്ങൾ ഖജനാവിന്റെ ഭിത്തികൾ നക്കി 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 തിന്നുകൊണ്ട് പൊതുജനങ്ങളെ അടക്കി ഭരിച്ചങ്ങോട്ടേക്ക് വാഴുക. എന്തിനാണ് ഇനി ഇങ്ങനെയുള്ള ഇടതു വലതു ഭേദവും വേർതിരിവുമൊക്കെ? പണിയറിയാവുന്നവന് ആയുധം കൊടുത്ത് അവന്റെ വിയർപ്പിനെ നമ്പി നിങ്ങളൊക്കെ സസുഖം അങ്ങോട്ടേക്ക് പുലർന്നുകൊള്ളുക. സ്മാർട്ട് വർക്കായിരിക്കണം ഇനി വേണ്ടത്. അത് മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ദ്യുമാറിനെ പാട്ടത്തിനെടുക്കാതെ ഭരിപ്പ് പണിയും തസ്കര പ്രവർത്തനവും നിങ്ങളിൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് ഏറ്റെടുത്താൽ ബാക്കിയുള്ളവർ അയാളെ പാര വെച്ച് വീഴ്ത്തില്ലേ? വെറുതെ വിടുവോ? ഇല്ല. അതിലും വലിയ മറ്റൊരു അപകടം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടവന്മാർ പ്രതിപക്ഷ ബുദ്ധിയോടുകൂടി ഇവിടെ പ്രവർത്തിക്കും. അതാണ് ഏറ്റവും വലിയ അപകടം. ഭരിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ അവർ കട്ടുമുടിക്കുകയുള്ളൂ. പക്ഷെ പ്രതിപക്ഷ തിരുത്തിയാൽ കമ്മികൾ കേരളത്തെ കത്തിച്ച് ചാരമാക്കും. സമരങ്ങൾ കാരണം പ്രബുദ്ധർ വലയും, വണ്ടികൾ തീപ്പിടും. എല്ലാത്തിനുമുള്ള പരിഹാരമാണ് ദ്യുമാറിനെ പാട്ടത്തിനെടുത്ത് ഭരിപ്പ് പണിക്കായി നിയമിക്കുന്നത്. എന്നിട്ട് സയാമീസ് ഇരട്ടകളെ പോലെ ഇടതരും വലതരും ഭരണയന്ത്രത്തിന് എണ്ണ പകർന്ന് സസുഖം അങ്ങോട്ടേക്ക് വാഴണം. പൗരന്മാർ പ്രബുദ്ധരായി തുടരുന്ന കാലത്തോളം നിങ്ങൾക്ക് ഭയക്കാൻ ഒന്നും തന്നെയില്ല. ഇന്നാട്ടിലെ പൗരജനത പ്രബുദ്ധരായി തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആർക്കും ഒന്നും തന്നെ ഭയക്കാനില്ല. പോങ്ങനാണേ സത്യം. ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദ്യുമാറിനെ ഭരണ ചുമതല ഏൽപ്പിച്ച് നിങ്ങൾ സ്വസ്ഥമായി അതിൻ്റെ ലാഭവിഹിതം പറ്റിക്കൊണ്ട് തസ്കര വൃത്തിയിൽ കൂടുതലായുള്ള പ്രവൃത്തി പരിചയം സമ്പാദിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പഠനങ്ങളും മറ്റുമൊക്കെയായി അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് ദ്യുമാറിനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും
വളരെ മനോഹരമായി ഇനിയും ഈ നാടിനെ കട്ടുമുടിച്ച് നാട്ടാരെ അടക്കി ഭരിച്ച് സത്യസന്ധരും ആദർശധീരരുമാണെന്ന് പറയുന്ന മേനിയോടുകൂടി വ്യാജ പരിവേഷത്തോടുകൂടി സസുഖം അങ്ങോട്ടേക്ക് വാണുകൊള്ളുക. തസ്കരപ്പറ്റുള്ളവർ കള്ളത്തിൽ കളവ് കാണിക്കുകയില്ല, കള്ളന്മാരെ കളിപ്പിക്കുകയില്ല. അതുകൊണ്ട് നമ്പാം, ദ്വിമാറനെ നമ്പാം. ഒപ്പമുള്ളവരെ അങ്ങേര് പൊന്നുപോലെ നോക്കിക്കോളും. എതിർത്താൽ മഴുവും. ജാഗ്രത. Soon out the gym, got 100 on your head. I was born to spin.